എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൊട്ടാക്കോട്ടിലാണ്. ഇത് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച തങ്ങിയ റൂമാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ഈ റൂമിനോട് വിട പറഞ്ഞ് നൈജീരിയയുടെ നോർത്തേൺ ഭാഗമായിട്ടുള്ള ജോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ രാവിലെ തന്നെയാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഓർത്തു. ഇതായിരുന്നു ബെഡ്റൂം. ഇവിടെ ബ്യൂറോ കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തായിട്ട് വിശാലമായിട്ടുള്ള ബാത്റൂം ഉണ്ട് കേട്ടോ. ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ഇവരെല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞതിലും പ്രതീക്ഷിച്ചതിലും 1 മണിക്കൂർ വൈകിയാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സാരഥി മറ്റൊരു സ്ഥലത്തേക്ക് ഓട്ടം പോയിരിക്കുകയാണ്. പൊട്ടാക്കോട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ. വളരെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്ത വശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. ഇത് എവിടെ വരെ ഉണ്ടാകും നമുക്കറിയില്ല. നോക്കാമേ. ഈ റോഡൊക്കെ തകർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കാണ് കേട്ടോ. നമ്മളൊരു ബ്ലോക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനിയും എപ്പോഴും ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. വണ്ടി പതുക്കെ മൂവ് ആവുന്നുണ്ടേ. അതുകൊണ്ടോ ആ കാറിൻ്റെ വീല് പൊങ്ങിയിരിക്കുന്നുണ്ടോ. ഈ വെള്ളത്തിലൂടെ കടക്കാൻ ശ്രമിച്ചാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ അടി ഇടിച്ച് ഇനി ഇതിലെ പോക്ക് നടക്കുകയല്ല. അവിടെ നമ്മൾ പെട്ടുപോകത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ പുറകിലേക്ക് പോയിട്ട് വേറെ ഡയറക്ഷൻ എടുത്ത് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റുമെന്നാണ് ഡ്രൈവർ പറയുന്നത് കേട്ടോ. ഞാൻ നല്ല ടെൻഷനിലാണ്. എപ്പോഴവിടെ എത്താൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ താമസിച്ചാൽ ഫ്ലൈറ്റ് മിസ്സാകുമേ. ഇവിടെ മാർക്കറ്റൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എയർപോർട്ടിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട യാത്രക്കിടയിൽ നമ്മൾ വേണ്ട എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൊമസ്റ്റിക് Record everyone who's going from Port Harcourt right now. All right, go ahead, please. Very quickly, for who they are right now, everywhere is dry. Because nothing is happening. I want you to revive every sector of our economy. Like what the former governor Roti Amechi did. ഈ കാണുന്നതാണ് കേട്ടോ പൊട്ടാക്കോട്ടിലെ ഡൊമസ്റ്റിക് എയർപോർട്ട്. ഇവിടെ നിന്ന് നമ്മൾ അബുജയിലേക്കും അബുജയിൽ നിന്ന് ജോസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓൾറെഡി നമ്മൾ ലേറ്റാണ്. You will see it. നമ്മുടെ യാത്ര ഇച്ചിരി ആശയക്കുഴപ്പത്തിലെത്തിയായിരുന്നു കേട്ടോ. ഒടുവിൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോകേണ്ടിരുന്ന ഫ്ലൈറ്റ് 2 മണിക്കൂർ മുമ്പ് പുറപ്പെട്ടു കേട്ടോ. അത് റീസ്കെഡ്യൂൾ ചെയ്ത കാര്യം നമ്മളോട് പ്രോപ്പറായിട്ട് അറിയിക്കാത്തതുകൊണ്ട് നമുക്ക് വേറെ ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്തു കേട്ടോ. ഇതൊരു ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റാണ്. പിന്നെ ഈ കാണുന്ന ഫ്ലൈറ്റ് ഇപ്പോൾ ഒന്ന് ലാൻഡ് ചെയ്തതുള്ളൂ കേട്ടോ. അങ്ങനെ ഇച്ചിരി തിരക്കുള്ള ഒരു ഏരിയ ആണ്. കുറേ തർക്കങ്ങൾക്കും വാക്കുവാദങ്ങൾക്കുമൊക്കെ ഒടുവിൽ ഞാൻ പൊട്ടാക്കോട്ടിനോട് ഇവിടെ പറഞ്ഞ് അബുജയിലേക്ക് യാത്രയാണ് ഗൈസ്. The armrest down 20%.
Ladies and gentlemen, you're welcome to Nnamdi Azikiwe Airport, Abuja. The local time is 10:30 a.m. and the outside temperature is 26 degrees Celsius. Please remain seated and use the aisle free of cabin baggage until the aircraft has come to a complete stop. Engine switched off and the forward door opened for your disembarkation. അങ്ങനെ ഞാൻ അബുജയിലെത്തി കേട്ടോ. വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ഫ്ലൈറ്റ് ജോസിലേക്കുള്ള ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ. രാവിലെ തുടങ്ങിയ നമ്മുടെ സാഹസികമായ യാത്ര പൊട്ടാക്കോട്ടും അബുജയും പിന്നിട്ട് നമ്മളിത് ജോസിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. എന്നെ കൂട്ടാനായിട്ട് അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നേ. ഈ ജോസിലെ കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. ഇതൊരു ഗ്രാമ അന്തരീക്ഷമാണ്. ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ പ്രകൃതിയും എല്ലാം വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഇവിടെ വന്ന ഈ ചെറിയ ഗ്യാപ്പിൽ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളിലൂടെ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പോകാം. കുറച്ച് ദിവസം ഞാനിവിടെ ജോസിൽ കാണാം കേട്ടോ. Dubai, this matter.